എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഞാൻ വീഡിയോസൊക്കെ ഇടുന്ന വളരെ കുറവാണ്. നമ്മൾ കുറച്ച് തിരക്കായി പോയി കേട്ടോ. ഇവിടുത്തെ അമ്മയുടെ അച്ഛൻ മരിച്ചു. അപ്പോൾ അമ്മ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം. നമ്മുടെ അമ്പാടിക്ക് തക്കാളിപ്പനി വന്നു. പിന്നെ എനിക്ക് എക്സാം, അസൈൻമെൻറ്റ്, അങ്ങനെ കുറേ തിരക്കായിരുന്നു. ഇപ്പോഴാണ് എല്ലാം ഒന്ന് ഒതുങ്ങി ഒന്ന് സെറ്റായി വന്നത്. അപ്പോൾ ഇനി അധികം താമസിക്കാതെ ഒരു ഒന്നരാടമൊക്കെ വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു സീനാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു 10 തൊട്ട് 12 വരെ ഈ ലാപ്പിൻ്റെ മുന്നിൽ ഞാൻ പിടിച്ചിരിക്കുന്നത്. നമ്മുടെ മോൻ ഇളയാൾ സമ്മതിക്കത്തില്ല. എന്നെ ഒരിടത്തിരുന്ന് ഞാൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് അവൻ സമ്മതിക്കത്തേയില്ല. കടിച്ച് പിടിച്ച് ചിലപ്പോൾ നമുക്കങ്ങ് ദേഷ്യം വരും. നമ്മളെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കാതെ അവനിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വീഡിയോ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു നേരെ വന്നപ്പോൾ ഞാൻ രാവിലെ തന്നെ തുണി ഞാൻ സോപ്പ് പൊടിക്കകത്ത് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുണിയെല്ലാം ഞാൻ കഴുകി അയയിലും വെയിലുള്ള നമ്മുടെ ഷീറ്റിൻ്റെ മുകളിലുമൊക്കെ ഇട്ട് സെറ്റാക്കി. ഇപ്പം രാവിലത്തെ ജോലികളും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല, നമുക്ക് സമയമില്ലായിരുന്നു. അപ്പോൾ തുണിയലക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേന് ഭയങ്കര വിശപ്പ്, പരവേശം, വയറ് കത്തി കയറുന്ന പോലെ. പിന്നെ ഞാൻ ചോറെടുത്തു, സാമ്പാറും തോരനും കുറച്ച് ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് നേരം നമ്മുടെ അമ്പാടിയിലൂടെ അവൻ കളിക്കുന്നതിന് കമ്പനിയൊക്കെ കൊടുത്തു. കുറച്ചൊന്ന് അടുക്കി പെറുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒരു 3:30 ആയപ്പോഴത്തേനും ഞാൻ ചായ ഇടുവാണ് കേട്ടോ. ഇവിടെ നമുക്ക് അച്ഛനും മക്കൾക്ക് വേണമെങ്കിലും ചായ ആണെങ്കിലും കാപ്പി ആണെങ്കിലും എല്ലാം കറക്റ്റ് അവർ കുടിക്കാൻ വരുന്ന സമയത്ത് ഇടല്ല, നേരത്തെ ഇട്ട് ആർച്ച് വെക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ചായ ഇട്ട് വെച്ചതിന് ശേഷം ഞാനൊരു തട്ടിക്കൂട്ടി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്കപ്പം കുറച്ച് ചിക്കൻ കറി ഇരിപ്പുള്ളൂ. അപ്പോൾ അവന് ചിക്കൻ്റെ ചോറും ഇങ്ങനെ നല്ല മസാലയൊക്കെ പിടിച്ച കളറൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കിഴങ്ങൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഇതിലുണ്ടാക്കിയപ്പം കുക്കറിലാണ് വെച്ചത്. ഒരു വിസിലടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അതിന് തുറന്ന് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ എന്താവും എന്തോന്ന്. അപ്പോൾ അവന് കിഴങ്ങ് ഇടുന്ന പൊതുവെ ഇഷ്ടമല്ല. അപ്പോൾ ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് കിടന്നോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ ഞാൻ അരിപ്പ വെച്ച് അരിച്ചെടുക്കുവാണ്. അപ്പോൾ ഇവിടെ ചായ കൊടുക്കില്ലെന്ന് ചേട്ടൻ പറയും. എന്നാലും അവനിപ്പം ചായയ്ക്ക് അങ്ങ് അഡിക്റ്റായിപ്പോയി. അവന് ചായ കിട്ടി പറ്റത്തുള്ളപ്പം. ഞാൻ ഇന്നും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നാളെ മുതൽ ചായ മാറ്റാൻ പോവുകയാണ്. പാലിൽ വല്ല ബൂസ്റ്റോ ഹോർലിക്സോ വല്ല മേടിച്ചിട്ട് വരാം. ചായ വേണ്ട, ബുദ്ധിയൊന്നും വരത്തില്ല, ഓർമ്മ നിൽക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ സമ്മതിച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും അവൻ ഉച്ച കഴിയുമ്പോഴത്തേനും ചായ കുടിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ചായയെല്ലാം അരച്ച് വെച്ചു. അപ്പം അവനാണെങ്കിൽ ചായ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പിൽ മാറ്റി മാറ്റി ഒഴിച്ച് ചായ ഇങ്ങനെ അടിച്ചെടുക്കുക എന്ന് പറയത്തില്ലേ, അതവന് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ടേസ്റ്റാണ് അവൻ പറയുന്നത് അങ്ങനെ. അപ്പോൾ ഞാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി ബേസിനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രത്തിലെ വെള്ളമെല്ലാം തോർന്നു കഴിഞ്ഞപ്പോഴത്തേന് അതെല്ലാം ഞാൻ ഇനി പെറുക്കി വെക്കാൻ പോവുകയാണ്, പാത്രം വെക്കുന്ന റാക്കയിൽ. അപ്പം അതൊരു എനിക്കിഷ്ടമില്ലാത്തൊരു ജോലിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം പാത്രം കഴുകാനായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്നത് എടുത്ത് മാറ്റി വെക്കും. അപ്പോൾ പുതിയത് കഴുകുക, വീണ്ടും വെക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പം ഈ ബേസിനുണ്ടല്ലോ, ഇത് നീലയാണോ പച്ചയാണോ, ഈ ബേസിൻ നമ്മുടെ സിദ്ധാർത്ഥ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കൊണ്ടുപോയ ബേസിനാണ് കേട്ടോ. അവനിപ്പം 6 വയസ്സാകാൻ പോകുന്നു. ഇപ്പോഴും ഞാനത് പൊന്നുപോലെ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. അപ്പം ഓരോ ജോലികളായിട്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുവാണ്. അപ്പം അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തോ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉടനെ പോവുകയൊക്കെ വേണം. അപ്പോൾ ഞാൻ ഒരു സംഭവം, ഒരു പാത്രം ചെരുവെടുത്ത് ഏറ്റവും മുകളിൽ വെക്കാൻ പോയതാണ്. സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ വീഴും പാത്രം. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞ് വന്നു. അപ്പോൾ 4 മണിയൊക്കെ ആയി. അപ്പോഴത്തേക്കും ഞാൻ എവിടെയാണ് മോനെ വിളിക്കാനായിട്ട് വന്നപ്പോൾ നമ്മുടെ കനാലിൽ വെള്ളം വന്നു കേട്ടോ. കനാല് കഴിഞ്ഞ ദിവസം കുറച്ച് പേര് വന്ന് ക്ലീനൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ന് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ ചേട്ടച്ചാർ വന്നു. അപ്പോൾ ചേട്ടനും അനിയനും കൂടെ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഏതാണ്ട് കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോവാണ് കേട്ടോ. അപ്പം ഇവൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ അമ്പാടി ചേട്ടായി ചേട്ടായി വന്നിട്ട് ചേട്ടായി എടുത്തിട്ട് ഇടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഇളയ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ മൂത്തവരൊന്ന് ഒതുങ്ങുമെന്ന് പറയുന്നത് ശരിയാണ് കേട്ടോ. സിദ്ധാർത്ഥനെ അടിച്ചമർത്തിയിട്ടേക്കാണ്. അങ്ങനെ നമ്മുടെ കുക്കർ തുറന്നപ്പോൾ നമ്മുടെ ബിരിയാണി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കിഴങ്ങൊക്കെ ഏറ്റവും മണ്ടിക്കുണ്ട്. അപ്പോൾ അവൻ ചോദിച്ചു, അമ്മ എന്തിനാ കിഴങ്ങിട്ടേന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ഇങ്ങനെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം 1 ഗ്ലാസ് അരിയെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും അടിപൊളിയായിട്ട് വന്നു കേട്ടോ. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ചിക്കന് പകരം നമ്മൾ കിഴങ്ങ് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. എനിക്കിങ്ങനെ കളർഫുള്ളായിട്ട് വെള്ള കളറിൽ ഇരിക്കുന്ന ബിരിയാണീനെക്കാട്ടിലും എനിക്കും ഇഷ്ടം അതാണ്. അപ്പോൾ ഞാൻ മോന് മാത്രം കുറച്ച് ചിക്കൻ ഇട്ടിട്ട് ചീൻചട്ടി വെച്ച് ചൂടാക്കാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് ചിക്കനൊക്കെ വെളിയിൽ വെച്ചിരുന്നാൽ പെട്ടെന്ന് അഴുക്കായിപ്പോവും. അതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം എടുത്ത് വെക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ ബിരിയാണി സെർവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവൻ ഭയങ്കര ആകാംക്ഷയാണ്. അപ്പോൾ അവൻ വാനയിൽ നിന്ന് വന്ന് ഇറങ്ങുമ്പോഴേ, അമ്മച്ചി ഇന്ന് എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ? എൻ്റെ സർപ്രൈസ് ഇങ്ങനത്തെ തട്ടിക്കൂട്ട് ബിരിയാണി, മസാല ദോശ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ കറിയും ഇതൊക്കെ ആയിട്ട് ഞാൻ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകണം. അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ടേസ്റ്റ് ചെയ്യാനായിട്ട്.
അവൻ ടേസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ഉള്ള കാര്യം പറയും കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മുഖത്ത് നോക്കി പറയും, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് സൂപ്പറാന്ന് പറയും. അപ്പം അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അമ്പാടിക്ക് ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ റൂമിലേക്ക് വന്നപ്പം നമ്മുടെ കട്ടിലും നിലത്തും മൊത്തം ചാരല, മുറ്റത്തെ ചാരൽ മൊത്തം അവൻ കൊണ്ട് വാരി ഇട്ടേക്കുകയാണ്. അപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അനക്കമില്ലായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇവിടെ പരിപാടി. അപ്പോൾ ഞാൻ നന്നായിട്ട് വരട്ടി കേട്ടോ. എനിക്കങ്ങ് ദേഷ്യം വന്നു, കാരണം നമുക്കൊരു സെക്കൻഡ് ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാണോ എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോൾ കുപ്പി കിടക്കുന്ന ഭൂതത്തിനാണെങ്കിലും ആ കുപ്പി കിടക്കുന്ന സമയത്ത് ഒരു റെസ്റ്റ് ഉണ്ട്. ഈ അമ്മമാർക്ക് ആ റെസ്റ്റ് ഇല്ല. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നപ്പോൾ വഴക്ക് പറഞ്ഞു, പുള്ളിയും കരഞ്ഞു കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ പുള്ളിക്കാരനെ പിടിച്ചിട്ട് ഉറക്കി. അപ്പോൾ ഇച്ചിരി വിഷമം, ഞാൻ വഴക്ക് പറഞ്ഞതിന് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ പുള്ളിക്ക്. അങ്ങനെ അവനെ തലയണയൊക്കെ വെച്ച് സേഫാക്കി കിടത്തി. നമ്മൾ സിദ്ധാർത്ഥ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് കാർട്ടൂൺ കാണുവാണ്. അപ്പം ഒരു സമയം ഒരു 5 മണി 5:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാനിനി മുറ്റം തൂക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അപ്പുറത്തെ ചേട്ടൻ എന്നോട് എന്തോ ചോദിച്ചാൽ, ആ പിള്ളേർ സെറ്റ് എന്ത് ചെയ്യുന്നതാണ് ചോദിച്ചാൽ, ഞങ്ങൾ അമ്മച്ചിയും മക്കളും കൂടെ അവിടെ കിടന്ന് യുദ്ധമാണ്. എപ്പോഴും അയലക്കംകാരി ചോദിക്കും, അടുത്തുള്ളവർ ചോദിക്കുന്നതൊക്കെ, ഇന്നെന്താ പിള്ളേരില്ലായിരുന്നോ, ഉറങ്ങിപ്പോയോ, ഇന്ന് സൗണ്ട് കേട്ടില്ലല്ലോ. ഞങ്ങൾ പൊരിഞ്ഞ ഒച്ചവെപ്പ് തന്നെയാണ്. അവൻ അടങ്ങിയിരിക്കുന്നു പറയുമ്പോഴത്തെ നാട്ടുകാരെല്ലാം അവർക്ക് ഈ തള്ളയ്ക്കും മക്കൾക്കും ഇതിൻ്റെ ഇങ്ങനെ കിടന്ന് അലയ്ക്കുന്നതെന്നുള്ള ഭയങ്കര ഒച്ചയായിട്ട്. ഞങ്ങൾ അമ്മയും മക്കളും കൂടെ 3 പേരും കൂടെ ചേർന്ന് തന്നെ. ചേട്ടൻ പറയും, ഒന്ന് അണ്ണാക്ക് വെക്കാതിരിക്കുമോ എന്ന് ഇപ്പോഴും ചോദിക്കും കേട്ടോ. അങ്ങനെ തൂത്തൊക്കെ വാരിയിട്ട് വന്നപ്പോഴത്തേനും തുണി പറക്കാൻ താമസിച്ചു പോയി കേട്ടോ. ഇനി ഇട്ടിരുന്ന തണുപ്പായി പോകും. ഉണങ്ങി ഇത് കഴിഞ്ഞിട്ട് സമയം വൈകുന്തോറും ഒരു തണുപ്പായി തുടങ്ങുമല്ലോ. അപ്പോൾ ഞാൻ തുണികൾ പോയി പിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ ഇന്ന് വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ നമ്മുടെ ചെടികൾക്കൊക്കെ പോയി വെള്ളം ഒഴിക്കുകയാണ്. അപ്പം ഞാൻ ഈ തുണിയെല്ലാം പിറക്കിക്കൊണ്ട് അകത്തുകൊണ്ട് മടക്കാനായിട്ട് വെക്കണം. ഇനി ഏതെങ്കിലും ഒന്ന് ഇച്ചിരി കൂടെ ഉണങ്ങാനുണ്ടെങ്കിൽ അത് നമ്മുടെ അയലൊക്കെ പിറക്കിയിടണം. അപ്പോൾ നമ്മൾ സിദ്ധാർത്ഥ അതുവഴിയൊക്കെ കറങ്ങി നടപ്പുണ്ട്. അവിടെ ആ മൂലയ്ക്കൊരു ബ്ലൂ കളറിലെ സ്കൂട്ടർ കാണുന്നുണ്ടല്ലോ, അതും വെച്ച് പറക്കലാണ് ഇപ്പം മെയിൻ പരിപാടി. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഇഡലിയായിരുന്നു കേട്ടോ. അപ്പം ഇഡലിക്കുട്ടവും അമ്മ നന്നായിട്ട് കഴുകിയിട്ട് ഉണങ്ങാനായിട്ട് വെയിലത്ത് വെക്കും കേട്ടോ. നമ്മളിത് എണ്ണ തേച്ചിട്ടാണല്ലോ മാവ് ഒഴിക്കുന്നത്. അപ്പം നമ്മൾ എത്ര കഴുകിയാലും ഒരു ഇതും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ വെയിലത്ത് വെക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ക്ലീനായിട്ട് അടിപൊളിയായിട്ടൊക്കെ സെറ്റായിട്ടിരിക്കും. അപ്പോൾ ദേ നമ്മുടെ അണ്ടാവും കുക്കറും ചീഞ്ചട്ടി എല്ലാം അമ്മ കഴുകി അവിടെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പിറക്കി വെച്ചതിന് ശേഷം തീയുണ്ട്. 6 മണി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അച്ചാച്ചൻ വന്നു. അച്ചാച്ചൻ വന്നോണ്ട് നമ്മൾ ചട്ടിയിട്ടവൻ ഓടിച്ചെല്ലുകയാണ്, അച്ചാച്ചി എന്തുവാ കൊണ്ടുവന്നേ. അച്ചാച്ചി വന്നോടനെ വന്നോന്ന് പോലും ചോദിക്കത്തില്ല, എന്തുവാ കൊണ്ടുവന്നതെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ അച്ചാച്ചൻ എടുത്തുകൊണ്ട് വരുവാണ്. അച്ചാച്ചന് നിൽക്കാൻ പോലും സമയമില്ല, വരിക ബാഗ് എടുത്തുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഞാൻ ബാഗിലേക്കുള്ള എല്ലാ സാധനങ്ങളും വെച്ചു. തെളിവെള്ളം കുടിക്കാൻ പറഞ്ഞ് ചൂടാ സമയമില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഞാൻ നേരത്തെ ഇട്ട് വെക്കാൻ വിട്ടുപോയി. പുള്ളിക്ക് ദേഷ്യമാണ് പോകാൻ സമയത്ത് ഈ ചൂടുവെള്ളം കൊണ്ട് കൊടുക്കുന്നത്. അപ്പം ആണ്ട് ഫുഡും കാര്യങ്ങളും ഷീറ്റും എല്ലാം വെച്ചു ആണ്ട് പോവാണ്. ഇപ്പോൾ സമയം ഒരു 6:45 ആയിട്ടുണ്ട്. ഇത്രയും സമയത്ത് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചപ്പൊക്കെ കൂട്ടിയിട്ടതെല്ലാം കൂടെ കത്തിക്കുകയാണ്. അപ്പോൾ ഇനി കുളിച്ചിട്ട് പിള്ളേരെ ഹോംവർക്ക് ചെയ്യിക്കണം, അവരെ വിളിച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുക, കമൻസൊക്കെ ഇടുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാൻ. ടാറ്റാ.